ഇപ്പോൾ ആലു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വേവിച്ച് വെച്ച കിഴങ്ങ് ഇതുപോലെ ഉടച്ച് അതിലേക്ക് കുലുകുലാന്നരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ സവോള ഇട്ട് പിന്നെ ഒരു പച്ചമുളക് എരിവൊക്കെ അനുസരിച്ച് ഒരു പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ മല്ലിയില ഉണ്ടല്ലോ മല്ലിയിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കഴിയും. മല്ലിയിലയൊക്കെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ച് ആ ഒരു പൊടിയൊക്കെ എല്ലായിടത്തും എത്തിച്ചേരുന്ന രീതിയിൽ അങ്ങോട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ചപ്പാത്തി വലിയൊരു ഉരുളയാക്കണം കേട്ടോ. നമ്മൾ സാധാരണ നോർമൽ പോലെ അല്ലാതെ വലിയൊരു ഉരുളയാക്കിയിട്ട് അത് പരത്തി അതിൻ്റെ തടിക്കൂട്ടി ഈ ഒരു മസാലക്കൂട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് മടക്കിയിട്ട് ഇത് സോഫ്റ്റായിട്ട്, ഒത്തിരി ഹാർഡായിട്ടൊന്നും ഇത് പിന്നെ പരത്താൻ നിൽക്കേണ്ട കേട്ടോ. കുറച്ച് നല്ല സോഫ്റ്റായിട്ട് സമയമെടുത്ത് പരത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് ഈ ഒരു അവസ്ഥയിൽ വരും. ഈ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ പാനുണ്ടല്ലോ, പാനൊക്കെ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ഒരു ആലു പൊറോട്ട അങ്ങോട്ട് ഇട്ട് നല്ല നെയ്യൊക്കെ ഒഴിച്ച് സെറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ കയ്യിലോട്ട് വരും.